വെൽക്കം ടു ലേണിഫൈ കൊമേഴ്സ്. ഇന്ന് നമ്മൾ +2 മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലുള്ള 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് യൂട്ടിലിറ്റി അപ്രോച്ച്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിനോ അങ്ങനെ 1-2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ബൈ ആൽഫ്രഡ് മാർഷലും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ബൈ J.R. ഹിഗ്സും. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതൊരു 2-3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നു. ഇനി TU കോൺസ്റ്റൻ്റ് ആകുമ്പോൾ MU 0 ആകുന്നു. TU കുറയുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് കൺസ്യൂമർ പ്രിഫറൻസസ്. 2 പ്രിഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണോട്ടോണിക് പ്രിഫറൻസും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനും. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇതൊരു 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. അതിൽ കുറച്ച് പോയിൻറ്റ്സ് ആണ്. ICs are convex to origin. ICs never intersect each other. Higher ICs gives higher level of satisfaction. അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. 8 മാർക്കിനൊക്കെ എക്സാമിന് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് 4 പാരഗ്രാഫായിട്ട് വേണം എഴുതാനായിട്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ ബഡ്ജറ്റ് ലൈനിനെ പറ്റി എഴുതണം. അതായത് ബഡ്ജറ്റ് സെറ്റ് എന്താണ്, കൺസെപ്ഷൻ ബണ്ടിൽസ് എന്തൊക്കെയാണ്, അങ്ങനെ ബഡ്ജറ്റ് ലൈനിനെ കുറിച്ചൊരു വിവരണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇൻഡിഫറൻസ് കർവിനെ പറ്റി എഴുതണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതണം. മൂന്നാമത്തെ പാരഗ്രാഫ് എന്നോണം കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം. നാലാമത്തെ പാരഗ്രാഫിൽ ആ ഒരു ഡയഗ്രാം റെഫർ ചെയ്ത് അതിലുള്ള പോയിൻറ്റ്സ് എഴുതണം. അതായത് ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവിന് ടാൻജൻ്റ് ആകുന്നു എന്നുള്ള ആ ഒരു പാർട്ട് ആ പാരഗ്രാഫിൽ എഴുതണം. ആറാമത്തെ ക്വസ്റ്റ്യനാണ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ്. ഇത് ഒരു 1-2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, മണി ഓഫ് കൺസ്യൂമർ, അതായത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. 4 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം അതിന് എക്സാമ്പിൾസ് എഴുതണം. അതായത് ടീ ഓർ കോഫി അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് എഴുതണം. കോംപ്ലിമെൻ്ററി ഗുഡ്സ് വരുമ്പം അതിനും എക്സാമ്പിൾസ് എഴുതണം. ഫോൺ, ബാറ്ററി, അങ്ങനെ എക്സാമ്പിൾസോട് കൂടി വേണം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. 8ാമത്തെ ചോദ്യമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതൊരു കണക്കാണ്. അതിൽ 3 രീതിയിൽ കണക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ക് പെർസെൻറ്റേജ് മെത്തേഡാണ്. അതിന് 2 ഇക്വേഷൻ ഉണ്ട്. ആ 2 ഇക്വേഷനും പഠിച്ചു വച്ചിരിക്കണം. ഇക്വേഷൻ അറിയാമെങ്കിൽ ആ കണക്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അതുപോലെ മറ്റൊരു കണക്കാണ് ബഡ്ജറ്റ് ലൈൻ. അതായത് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാനും കൺസംഷൻ ബണ്ടിൽസ് എഴുതാനും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കണക്ക്. 4 മാർക്കിന് ആയിരിക്കും ഇത് ചോദിക്കുന്നത്. 10ാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് വളരെ ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ കുറച്ച് പോയിൻറ്റ്സ് ആണ്. നേച്ചർ ഓഫ് കോമഡിറ്റി, യൂസസ് ഓഫ് ദ കോമഡിറ്റി, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് ഗുഡ്സ്, ടൈം പീരീഡ്, ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഇത് സാധാരണ ചെറിയ മാർക്കിനും, അതായത് 2-3 മാർക്കിനും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിനും ചോദിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള
വളരെ ഷുവറായിട്ടുള്ള 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 10 ക്വസ്റ്റ്യനും പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലോണം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.